ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കൊടകരയിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സിങ്സ് മീഡിയ ഡ്രോൺ എന്നും പറഞ്ഞൊരു സ്ഥാപനം എറണാകുളത്തുണ്ട്. അപ്പോൾ അത് തന്നെ ഫേമസ് ആണ്. അതിനോടൊപ്പം അവിടുത്തെ അനൂപ് സിംഗ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താനും അദ്ദേഹം ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഫിലിമുകളുടെയും ഡ്രോൺ വിഷ്വൽസൊക്കെ അദ്ദേഹം എടുത്തേക്കണതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പണി മൂവിയിൽ അദ്ദേഹം ചെയ്തതാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ എറണാകുളം ജില്ലക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കളമശ്ശേരി വഴി പോയിട്ടുണ്ടെങ്കിൽ വൻതോതിലുള്ളൊരു കുറേ സിഗ്നലുകളും കുറേ ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലത്തൊന്ന് മാറിയിട്ടുണ്ട്. അതിൻ്റെയും ഒരു ഭാഗമാണ് അദ്ദേഹം അതിൻ്റെ കുറേ ഹെലിക്യാം ഷൂട്ടൊക്കെ ചെയ്തവർ അങ്ങനെയാണത് ഈ RTO ഓഫീസർമാരായിട്ടും എല്ലാം ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്തത്. അങ്ങനെ ഒരു ഗതാഗത കുരുക്ക് മാറ്റി, അല്ലെങ്കിൽ അത്ര സിഗ്നലുകളൊക്കെ ഒഴിവാക്കി നമുക്കിപ്പോൾ വണ്ടി സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റിയ ഒരു ഓപ്ഷനിലേക്ക് എത്തി. എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കുറേ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോണത്. മെയിനായിട്ട് ഈ ഹെലിക്യാമുകളുടെ, അതായത് ഇപ്പോൾ ഫിലിമിൽ യൂസ് ചെയ്യണ ഹെലിക്യാമുകളുടെ എന്തോരം വലിപ്പം വരെ അതിൻ്റെ തൂക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര രൂപയുടെയാണ്, അത് ഏത് ക്വാളിറ്റിയിൽ ഔട്ടെടുക്കാനൊക്കെ പറ്റും, അങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ ഹെലിക്യാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൊടകരയിലുള്ള വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം അവിടെ വെയിറ്റിംഗ് ആണ്. കുറേ ഡ്രോണുകൾ, ഇത്രയധികം ഡ്രോണുകൾ ഒരുമിച്ച് കാണാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ഫിലിമി ചെയ്യണം. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ. വാ, കാണിച്ചു കൊടുക്കാം. വാ അനുവേട്ടാ, നമസ്കാരം. നമസ്കാരം. ഇത് കണ്ട, ഇത് നോക്കിയേ, ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇങ്ങനെ ഇതേപോലെ ഇത്രയും അല്ലേ വലിപ്പമുള്ള അല്ലെങ്കിൽ അല്ലേ ഫിലിമിൽ യൂസ് ചെയ്യുന്ന ഡ്രോണുകൾ ഇങ്ങനെ ഒരുമിച്ച് കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ അദ്ദേഹം പറയട്ടെ. എനിക്ക് എന്താണ് പറയുക, അത്ര ആൾ അധികാരികമായിട്ട് പറയണമെന്ന് എനിക്കറിയില്ല. അനുവേട്ട, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ഉള്ള കാര്യം പറയാം നമ്മുടെ കാണികൾക്ക് വേണ്ടി. ഈ ഡ്രോണുകൾ ഹായ്, അതെ, നിങ്ങൾക്ക് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രോണുകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കണം. ഇപ്പോൾ എത്ര നാളായി ഈ ഫീൽഡിൽ വന്നിട്ട്, പിന്നെ ആദ്യത്തെ ഡ്രോൺ ഏതായിരുന്നു, ഇപ്പം അല്ലെങ്കിൽ ഫിലിമിൽ യൂസ് ചെയ്യുന്ന ഡ്രോണുകൾക്ക് എന്താ എത്ര തൂക്കം വരെ ക്യാമറ തൂക്കി ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എന്ത് വരും, വെറുതെ ഒരു ആൾക്കാർക്കൊരു ഐഡിയ ആകാംക്ഷ ഉണ്ടാവില്ല, എനിക്കുണ്ട്. ഞാൻ സിനിമയിൽ വരുന്നത് 10 വർഷം മുമ്പാണ്. അപ്പോൾ DJയുടെ ഫാൻറ്റം 3, ഫാൻറ്റം 2 കാറ്റഗറി ഡ്രോണുകളാണ് ആദ്യം ഇറങ്ങിയത്. അത് ഈ ടൈപ്പാണ്. ഈ ഡ്രോൺ ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആണ്, അത് വർഷങ്ങൾ മുമ്പുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഗോപ്രോൻ്റെ ക്യാമറ അടിഭാഗത്ത് ഗോപ്രോ ക്യാമറ കണക്ട് ചെയ്തിട്ടാണ് ഈ ഡ്രോൺ യൂസ് ചെയ്യുക. ഇതൊരു 2014 ആ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ ഡ്രോണാണത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഇൻസ്പയർ കാറ്റഗറിയിൽ ഉള്ള ഡ്രോൺ വന്നു. അതായത് മുമ്പൊക്കെ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ക്യാമറകൾ ഹെലികോപ്റ്ററിൽ കയറ്റി വെച്ച്, ഇപ്പോൾ ബാസിഗർ സിനിമയിലൊക്കെ ഹെലിക്യാം ഷോട്ട് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ വലിയ ക്യാമറ ഹെലികോപ്റ്ററിൽ കയറ്റി വെച്ചിട്ടായിരുന്നു ഷൂട്ട്. ആ ഷൂട്ടിന് പകരം ഇൻസ്പയർ കാറ്റഗറിയിലുള്ള ഡ്രോൺ വന്നതിന് ശേഷമാണ് സിനിമയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചത്. കാരണം ഓപ്പറേറ്റർക്ക് നിലത്ത് നിന്ന് റിമോട്ട് വഴി നിയന്ത്രിക്കാം. അപ്പോൾ അതിലിറങ്ങിയ ഫസ്റ്റ് ഡ്രോണാണ് ഇൻസ്പയർ 1. അതാണ് ഇത്. ഇൻസ്പയർ 1 എന്നുള്ള ഡ്രോണാണ് ഈ കാണുന്നത്. ഈ ഡ്രോണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 3 തരം ക്യാമറകൾ അതിലിടായിരുന്നു. ഇത് X3 ക്യാമറ, അത് MOV ഫയലാണ്. രണ്ടാമത് വരുന്നത് X5 ക്യാമറ. X5 ക്യാമറ എന്ന് പറഞ്ഞാൽ അതും MOV ഫയൽ തന്നെയാണ്, പക്ഷേ ക്യാമറ കുറച്ചുകൂടി സൈസ് ഉണ്ട്. പിന്നെ X5R എന്ന് പറഞ്ഞ ക്യാമറ, ആ ക്യാമറ എന്ന് പറഞ്ഞാൽ റോ ഫോർമാറ്റ് 512 GB കാർഡിൽ റോ ഫോർമാറ്റിലാണ് അതിൽ റെക്കോർഡാവുക ഇൻസ്പയർ 1. അപ്പോൾ ഒരു 8 വർഷം 9 വർഷം മുമ്പാണ് ആ ഡ്രോൺ ഇറങ്ങിയത്. 2015 കാലഘട്ടത്തിൽ 14 അവസാനം 15 ആയിട്ടാണ് അത് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നീട് ഇറങ്ങിയ ഡ്രോണാണ് ഇൻസ്പയർ 2. അത് ഈ ഡ്രോണ്. ഇതിൽ നമ്മൾക്ക് 3 തരം ക്യാമറകളാണ് വരുന്നത്. ഇതിപ്പോൾ വർക്കിംഗ് ആണ്. 3 തരം ക്യാമറകളാണ് വരുന്നത്. X4S ക്യാമറ. ഈ X4S എന്ന് പറഞ്ഞാൽ അത് 4K MOV അല്ലെങ്കിൽ MP4 ഫയൽ മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ X5S എന്ന് പറഞ്ഞ ക്യാമറ ഇറങ്ങി. അത് 5.2K റെസൊല്യൂഷനുള്ള റോ ഫോർമാറ്റ് ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ഇരിക്കുന്ന ഈ ക്യാമറ X7 ക്യാമറയാണ്. അത് ഇപ്പോൾ അടുത്ത കാലത്ത് വരെ, ഈ 2016 ഈ ഡ്രോൺ ഇറങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ കിങ് ഓഫ് കത്ത 2018 കണ്ണൂർ സ്ക്വാഡ് അതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഡ്രോണിലാണ്. അവർ വലിയൊരു കാലഘട്ടം. അതെ, നമ്മൾ അതും കൂടി എടുത്ത് പറയണം കേട്ടോ, കാരണം പലരും വീഡിയോസ് അല്ലെങ്കിൽ സിനിമാസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതാരാണെന്നുള്ളത്. അല്ല, ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ തന്നെയാവണമെന്നില്ലേ, പിന്നീട് വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒഴിവില്ലെങ്കിൽ വേറെ ആൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഡ്രോണ് 2016 ഇറങ്ങി. ഈ കഴിഞ്ഞ വർഷം വരെ 2023 വരെ 7 വർഷത്തോളം ഈ ഡ്രോണാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്.
ഇതിൽ 4 ലെൻസാണ് വരുന്നത്. ഈ ഡ്രോണിൽ 4 ലെൻസാണ് വരുന്നത്. 16mm, 24mm, 35mm, 50mm ഇങ്ങനെ 4 ലെൻസാണ് വരുന്നത്. ഇതിൽ വരുന്ന കാർഡ് 480 GB റോ കാർഡാണ്. അത് എടുക്കുന്ന ഇമേജസ് സ്റ്റിൽ ഇമേജ് ആയിരിക്കും. 10,000 സ്റ്റിൽ ഇമേജസ് പിന്നീട് വീഡിയോ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അഡോബ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് മുതലായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ആക്കി പറ്റും. റോ എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഇമേജ് ആയിരിക്കും. ഈ ഡ്രോണിന് ശേഷം പിന്നീട് ഇറങ്ങിയ ഡ്രോണാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രോണാണ് ഇത്. ഇത് ഇൻസ്പയർ 3 എന്നുള്ള ഡ്രോണാണ്. 2023 ഏപ്രിലിൽ ലോഞ്ച് ചെയ്തെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങിയത് മെയ് ജൂണിലാണ്. ഒരു വർഷം കുറച്ച് മാസങ്ങളായിട്ടുള്ള ഇറങ്ങിയിട്ട് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രോൺ ഇപ്പോൾ സിനിമയിൽ ഉപയോഗിക്കുന്നത്. ഈ ഡ്രോണിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ കിറ്റിന് വരും. നമുക്ക് ഇതിന് 15 ലക്ഷം രൂപ കിറ്റിന് വരും. പിന്നെ അതിൻ്റെ ആക്സസറീസ്, എക്സ്ട്രാ റിമോട്ട്, എക്സ്ട്രാ അതെല്ലാം വരുമ്പോൾ ഒരു 25-28 ലക്ഷത്തിനിടയ്ക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആക്സസറീസ് അടക്കം വരും. ഇതിൽ വരുന്നത് 5 ലെൻസാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 5 ലെൻസും ഉണ്ട്. അതായത് 18mm, 24mm, 35mm, 50mm, 75mm ഇത്ര ലെൻസുകളുണ്ട്. ആദ്യത്തെ 4 ലെൻസുകളും അപ്പാർത്തിൽ 2.8 ആണ് ഫുൾ ഓപ്പണിങ്. ഈ ഡ്രോണിന് ഡ്യുവൽ നാറ്റീവ് ISO ഉണ്ട്. ISO 800, ISO 4000. ഈ 4000 ISO ഉള്ളതുകൊണ്ട് നൈറ്റ് വിഷൻസ് ഹൈ ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത പടം വളരെ എസ്റ്റാബ്ലിഷായി വന്ന പടം ജോജി ചേട്ടൻ്റെ പണി എന്നുള്ള മൂവിയിലാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ നൈറ്റ് വിഷൻസ് മുഴുവനും നമ്മൾ ഈ ഡ്രോണിൽ നമ്മൾ ഫുൾ ഓപ്പണിങ്, അതായത് 4000 ISO ഒക്കെ പോയിട്ട് പക്ഷേ ഗ്രെയിൻസ് വരില്ല, അത്രയും ക്വാളിറ്റി ഉണ്ട്. അതിനേക്കാൾ മുമ്പേ ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷത്തിലും നമ്മൾ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇറങ്ങിയ സുരേഷിൻ്റെയും സുമലതയുടെയും പ്രണയകഥ എന്നുള്ള പടത്തിലും ഇതേ ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ പടങ്ങളിൽ ഡ്രോൺ ഷോട്ടുകൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സിനിമകളായിപ്പോയി. ജോയിച്ചേൻ്റെ പണി എന്നുള്ള സിനിമയിൽ ഡ്രോൺ ഷോട്ടിന് വളരെ പ്രാധാന്യം വന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിമാൻഡ് വന്നു. ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ 2016 മുതൽ 2023 വരെ സിനിമകളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഡ്രോണാണ്. ഈ ഡ്രോണിൻ്റെ വില വരുന്നത് ഒരു 12 മുതൽ 15 ലക്ഷം രൂപ വരെയാണ്. ഫുൾ സെറ്റ് ലെൻസുകളും ആക്സസറീസും ബാറ്ററി അടക്കം വരുന്നത് ഇത്ര വിലയാണ്. ഈ 15 വരെയാണ് ഫുൾ സെറ്റ്. ഞാൻ പറഞ്ഞ ഡ്രോണിൻ്റെ വില മാത്രമല്ല, ഡ്രോണിൻ്റെ വില പ്ലസ് ആക്സസറീസ്, ബാറ്ററീസ് എല്ലാം കൂടി വരുമ്പോൾ ഒരു സിനിമയ്ക്ക് ആവശ്യമായുള്ള എക്യുപ്മെൻറ്റ് എത്തുമ്പോൾ ഉള്ള വിലയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഈ ഇൻസ്പയർ 3 എന്നുള്ള ഡ്രോൺ 2023 ഇറങ്ങിയത്. ഈ ഡ്രോണ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ 7 വർഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള DJയുടെ ടെക്നോളജിയാണ് ഇതിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നമ്മൾ ഒരു വട്ടം എടുത്ത ഷോട്ട് നമുക്ക് സേവ് ചെയ്ത് വെച്ചാൽ പിന്നീട് അതേ ഹൈറ്റ്, അതേ ഓൾട്ടിറ്റ്യൂഡ്, അതേ ഫ്രെയിം, അതേ സ്പീഡ് നമുക്ക് പിന്നീട് റിപ്പീറ്റ് ചെയ്യാം. അത് വേറൊരു ഡ്രോണിലും ഇല്ല. നമുക്കൊരു ജിബിൽ പോലും നമുക്ക് ഒരിക്കലും എടുത്ത ഷോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ഷോട്ട് റിപ്പീറ്റ് ചെയ്തെടുക്കാം. സെയിം ഇത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഒരു സെയിം ഷോട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോജി ചേട്ടൻ ഈ പണി എന്ന് പറഞ്ഞ പടത്തിൽ പുത്തമ്പള്ളിയുടെ ഷോട്ട് അത് നമ്മൾ എടുത്തത് രാത്രിയാണ്. നമ്മൾ ഫസ്റ്റ് ഷോട്ട് വരുന്നത് കഴിഞ്ഞിട്ട് ആ 2 പേര് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ, ജയ്ഹിന്ദ് ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന ഷോട്ട് കഴിഞ്ഞ് നമ്മൾ പൊന്തി വരുമ്പോൾ ബാക്കിൽ കാണുന്നത് രാത്രിയാണ്. അത് പൊന്തി കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് പകലാണ്. അതൊരൊറ്റ ഷോട്ടാണ്. അത് സ്റ്റിച്ചിങ് അറിയില്ല. അതെന്താ കാര്യം, രണ്ട് സമയത്ത് എടുത്തതാണ്. രണ്ട് സമയത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നാക്കിയതാണ്. അപ്പോൾ നമുക്ക് രാത്രിയിൽ നിന്ന് പകലിലേക്ക് വരുന്നത് സെയിം ഷോട്ടായിട്ട് കിട്ടി. അപ്പോൾ ഒരു റൊട്ടേഷൻ ഷോട്ടാണെങ്കിൽ ഒരെണ്ണം മോർണിംഗിൽ എടുത്തു, ഒരെണ്ണം ഈവനിങ്ങിൽ എടുത്തു, ഒരെണ്ണം ടിൻ ലൈറ്റിൽ എടുത്തു, ഒരെണ്ണം നൈറ്റ് എടുത്തു. ഇത് 4 കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ വരുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു പകലിൽ നിന്ന് ഇരുട്ടായി വന്ന് രാത്രിയാവണ ഷോട്ട് വരും. എന്തായാലും എൻ്റെ സംശയം തീർന്ന് ആൾക്കാർക്കൊരു ഇത് ആകാംക്ഷ ഉണ്ടാവില്ല. അതുപോലെ ഈ പണി എന്ന് പറഞ്ഞ പടത്തിൽ തന്നെ ഒരു സോന ഹോട്ടലിൽ അവിടെ നിന്നൊരു ഷോട്ട് പോകുന്നുണ്ട്. അത് പകലാണ്. ആ പകലിങ്ങനെ പോയി ചാർജ് ചെയ്ത് വരുമ്പോൾ രാത്രിയും മാറും. അതും ഇതുപോലെ ഞങ്ങൾ ഒരു 5 മണി നേരത്തെ എടുത്തു, ഒരു 6-6:30 നേരത്തെ എടുത്തു, ഒരു 7-8 മണി നേരത്തെ എടുത്തു. 3 കൂടി സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഷോട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞ അറിവ് വെച്ച് എനിക്കൊന്നും കൂടി കണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ പറഞ്ഞത്, നിങ്ങളും ഒന്നും കൂടി ഇനി പറ്റുമെങ്കിൽ അല്ലേ, കണ്ടവരാണെങ്കിലും ഒന്ന് ഓൺലൈനിൽ വരുമ്പോൾ പടം ഒന്നുകൂടി കാണുക, ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഇട്ടിട്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത്, ഈ ഡ്രോണിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഡ്രോണ് 2 ഓപ്പറേറ്റർക്ക് ഒരേ സമയം വർക്ക് ചെയ്യാം.
അതായത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പടം, അത് പഴശ്ശി ഡാമിലാണ് ഷൂട്ടിങ്. ഈ വിനീതേട്ടനും അതുപോലെ വിശ്വ എന്നുള്ള DOP എല്ലാവരും നിൽക്കുന്നത് ചെളിയിലാണ്. അവിടെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, മരങ്ങളുടെ അടിയിൽ ചെളിയിലാണ്. അപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് വേറൊരാൾ ഇത് ഫ്ലൈ ചെയ്ത് വിടും. ഫ്ലൈ ചെയ്ത് വിട്ടിട്ട് ആ കറക്റ്റ് പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ഈ നമ്മുടെ DOP ടീമിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ കൺട്രോൾ ഏറ്റെടുക്കും. ആവശ്യത്തിനുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് ഫ്രെയിം എടുക്കും. സെയിം ടൈമിൽ തന്നെ ആളുടെ മെയിൻ കൺട്രോൾ ആൾക്ക് മാറും. അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് രണ്ടെണ്ണം കണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കാനും അല്ല, റിമോട്ടിന് രണ്ടെണ്ണം അതങ്ങനെ മാറാം. അതെ. അപ്പോൾ നമുക്ക് മെയിൻ ഓപ്പറേറ്റർക്ക് ഡ്രോൺ എവിടെ നിന്ന് വേണമെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പൊക്കി കഴിഞ്ഞിട്ട് ബോട്ടിലാണ് ഷൂട്ട്. ബോട്ടിലാണ് ഫുൾ ക്രൂ നിൽക്കുന്നത്. ആ ബോട്ടിൽ നിൽക്കുന്ന ക്രൂവിൻ്റെ അടുത്തേക്ക് നമുക്ക് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കാലിബ്രേഷൻ കിട്ടില്ല, ബോട്ടിൽ കാലിബ്രേഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് കരയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് അവർക്ക് വിടാം. അവർക്ക് വിട്ടിട്ട് DOPയുടെ കൂടെ ഡയറക്ടർ കൂടെ നിൽക്കുന്ന ആൾ ഓപ്പറേറ്റ് ചെയ്ത് ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ബാറ്ററി മാറണം, ലെൻസ് മാറണം, ഇത്ര ആവശ്യങ്ങൾക്ക് വീണ്ടും കരയിലത്തെ ആൾക്ക് കൊടുത്ത് ആൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ നിന്ന് വീണ്ടും ഫുൾ പവർ എടുത്തിട്ടതിന് ശേഷം ഇങ്ങോട്ട് ചെയ്യാം. വേറൊരു കാര്യമുള്ളത്, ബാറ്ററി മാറ്റുമ്പോൾ പവർ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല, ഹോട്ട്സാപ്പ് ചെയ്യാം. ഡ്രോണിൻ്റെ ഒരു ബാറ്ററി മാറ്റിയിട്ട് സെയിം ടൈമിൽ തന്നെ അടുത്ത ബാറ്ററി ഇടാം. അപ്പോൾ ഡ്രോൺ ഓഫ് ആവില്ല, സെറ്റിംഗ് മാറില്ല, ഒരു ചേഞ്ചും വരില്ല. അതായത് ഒരെണ്ണം മാറ്റി എടുത്തത് 2 ബാറ്ററിയാണ് സെയിം ടൈമിൽ ഇടുന്നത്. ഈ 2 ബാറ്ററിയിൽ ഒരേ സമയത്ത് 2 ബാറ്ററി, ഇൻസ്പയർ 2നും അങ്ങനെ തന്നെയാണ്, 3ക്കും അങ്ങനെ തന്നെയാണ്. അതിൽ ഒരു ബാറ്ററി ഊരി കഴിഞ്ഞാലും ഡ്രോൺ ഓഫ് ആവില്ല, സെറ്റിംഗ് മാറില്ല. അത് കഴിഞ്ഞാൽ അടുത്ത ബാറ്ററിയുടെ 2 ബാറ്ററി കഴിഞ്ഞ് ഓണായി കഴിയുമ്പോൾ മറ്റേ കൊടുക്കുക, ആൾക്ക് അവിടെ അതുപോലെ ലെൻസ് മാറ്റണമെങ്കിൽ ലെൻസ് മാറ്റാം. ഏകദേശം എത്ര മണിക്കൂർ കിട്ടും നമുക്ക്? മണിക്കൂറൊന്നും കിട്ടില്ല. അതായത് ഒരു സെറ്റ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് കിട്ടുള്ളൂ അല്ലേ? മുമ്പത്തേനേക്കാൾ ഒരു ഇപ്പൊ പണിയിലാണെങ്കിലും ഷൂട്ട് ചെയ്തത് ഏത് ഫോർമാറ്റിലാണ്? 4K നമ്മൾ ഒക്കെ 8Kയിലാണ് ഒരുവിധം. 8Kയിൽ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളെ എങ്ങനെ വേണമെങ്കിലും വലിച്ചിടാൻ പറ്റും. നമ്മളിപ്പോൾ ക്ലിപ്പായിട്ടാണ് വന്നത്. ഇതിൽ വരുന്നത് റോ ഫോർമാറ്റ് തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1000 GB ഫുട്ടേജ് വരും, അത്രയും ഫയൽ സൈസ് ഉണ്ടാവും. അപ്പോൾ അത് കൺവെർട്ട് ചെയ്ത് അഡോബ് ആഫ്റ്റർ എഫക്റ്റ്, ഡാവിഞ്ചി റിസോൾവ് മുതലായാലും കൺവെർട്ട് ചെയ്താലാണ് എഡിറ്റർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഫൈനൽ ഔട്ട് വരുമ്പോൾ നമ്മൾ ഈ മെയിൻ കാർഡിൽ നിന്നുള്ളത് നേരിട്ട് ഔട്ടർക്കിനോടത്തേക്ക് കൊടുക്കും. പിന്നെ ഇത് ഞങ്ങൾ ഇനിയും ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്. ഇത് ചിലപ്പോൾ ഞങ്ങൾ എപ്പിസോഡായിട്ടായിരിക്കും വിടുന്നത്, ചിലപ്പോൾ 2-3 എപ്പിസോഡ് വന്നേക്കും. അപ്പോൾ ഇല്ല, കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ മിസ് ചെയ്യരുത്, നിങ്ങൾ കാണുക. ഹെലിക്യാമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം, അല്ലെങ്കിൽ സിനിമയിൽ ഹെലിക്യാം മ്യൂസിക്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇനി ഞങ്ങൾ പറയാത്തതുകൊണ്ട് അതൊക്കെ പുറകെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 2-3 എപ്പിസോഡ് ഉണ്ടാകും, കാണാൻ മറക്കരുതെന്ന് പറഞ്ഞാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അതെ. ഡ്രോണിൽ താല്പര്യമുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അനുപേട്ട, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്? മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പം മുമ്പൊക്കെ ജിബ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്, ജിബ് ഓപ്പറേറ്ററാണ് DOPക്ക് ആവശ്യമായ ഷോട്ടുകൾ ജിബിൽ മൂവ് ചെയ്തിരുന്നത്. ഇപ്പം മൂവി എക്സൽ വന്നതോടുകൂടി നമ്മുടെ DOP തന്നെയാണ് മൂവി എക്സലിൻ്റെ ആ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട്, മിമിക് ഉപയോഗിച്ചിട്ട് ജിംബലിലുള്ള ക്യാമറ മൂവ് ചെയ്യുന്നത്. എന്നതുപോലെ ഡ്രോണിൽ ചില സമയത്ത് ഓപ്പറേറ്റർക്ക് തന്നെ ഡ്രോൺ ഫ്ലൈ ചെയ്യാനും ഫ്രെയിം കമ്പോസ് ചെയ്യാനും പറ്റില്ല. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലുള്ള സംവിധാനമാണ് ഈ ഡ്രോണിലുള്ള മിമിക് സെറ്റപ്പ്. ഈ ഒരു മിമിക് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ, ഈ മിമിക് സെറ്റപ്പ് വഴി നമ്മൾ ഇൻസ്പയർ 3 എന്നുള്ള ഡ്രോണിൽ ഇത് എവിടേക്ക് ഇത് കാണിച്ചാൽ ഇതാ, അത് തിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ഞാനിവിടെ മിമിക് തിരിക്കുന്നതിനനുസരിച്ച് അവിടെ മൂവ് ചെയ്യാൻ പറ്റും. ഇതാ 360 വരെ ഇത് കറങ്ങും. അപ്പം ഈ ഒരു സംവിധാനം ഉള്ളതോടുകൂടി ഒരു ഡ്രോൺ ഓപ്പറേറ്ററെ സംബന്ധിച്ച് DOPക്ക് ഫേവറായിട്ടുള്ള ഷോട്ട് എടുക്കാൻ അദ്ദേഹത്തിന് തന്നെ ജിമ്പിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫ്ലൈ ചെയ്താൽ മതി, അദ്ദേഹത്തിന് ജിമ്പിൽ ചെയ്യാം. ഇപ്പോൾ പണി എന്നുള്ള പടത്തിൽ ലാസ്റ്റ് ഷോട്ടുണ്ട്, എൻഡിൽ ശക്തൻ തമ്പുരാൻ്റെ സ്റ്റാച്യുവിനെ റൊട്ടേഷൻ ചെയ്യുന്ന ഷോട്ടുണ്ട്. ആ ഷോട്ടിൽ ഞാനാണ് ഫ്ലൈ ചെയ്ത് തിരിച്ചു. ജിൻഡോ എന്ന് പറയുന്ന DOP അദ്ദേഹമാണ് ജിമ്പിൽ ഇട്ട് പിടിച്ചത്. അത് രണ്ടും കൂടി ചെയ്യാനായിട്ട് നമുക്ക് ചില സമയത്ത് വരില്ല. ഭൂരിപക്ഷം സമയത്തും മെയിൻ ഓപ്പറേറ്റർക്ക് തന്നെ രണ്ടും ചെയ്യാം. പക്ഷെ ചില കേസുകളിൽ ഡ്രോൺ വേറെ സ്ഥലത്തേക്കും ക്യാമറ വേറെ സ്ഥലത്തേക്കും മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ DOPക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും.
ഹായ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഫസ്റ്റ് എപ്പിസോഡാണ് ഈ ഹെലിക്യാമിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളുടെ. എന്തായാലും അതിൻ്റെ സെക്കൻഡും തേർഡ് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലെങ്ത് കൂടി പോകും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാവരും അത് കാണാൻ അല്ലെങ്കിൽ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞാണ്. കാരണം ഹെലിക്യാം ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും കുറേ കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയാണ്ട് അതും കൂടി നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഒന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ നോക്കിയാൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.